മീനച്ചിൽ താലൂക്കിലെ മഞ്ഞപ്പിത്തത്തിന് പിന്നാലെ ജില്ലയിൽ മുണ്ടുനീര് വ്യാപനവും. ആലപ്പുഴ ജില്ലയിൽ കുട്ടികളിൽ മുണ്ടുനീര് വ്യാപകമായിരിക്കെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. സ്കൂൾ വാർഷിക പരീക്ഷ നടക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്കും മുൻകരുതലുകൾ നിർദ്ദേശമുണ്ട്. മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, പനി പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുടിവെള്ളം പങ്കിടരുത്, മുണ്ടുനീര് ബാധിച്ച കുട്ടികളെ രോഗം ഭേദമാകും വരെ സ്കൂളിൽ വിടാതിരിക്കുക എന്നിവയാണ് നിർദ്ദേശങ്ങൾ. SSLC പരീക്ഷാ കാലത്ത് രോഗബാധിതരായ കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രത്യേക സൗകര്യമൊരുക്കും. പാരമിക്സോ വൈറസ് രോഗാണുവിലൂടെയാണ് മുണ്ടുനീര് പകരുന്നത്. വായുവിലൂടെ പകരുന്ന രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. അണുബാധ ഉണ്ടായി ഗ്രന്ഥികളിൽ വീക്കം കണ്ടു തുടങ്ങുന്നതിന് തൊട്ടു മുമ്പും വീക്കം കണ്ടു തുടങ്ങിയ ശേഷം 4 മുതൽ 6 ദിവസം വരെയുമാണ് രോഗം പകരുന്നത്. കൂടുതൽ രോഗവ്യാപന സാധ്യതയുള്ള സാഹചര്യത്തിൽ സ്കൂളുകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകും. ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം, എരുമല്ലൂർ എന്നിവിടങ്ങളിൽ 2 സ്കൂളുകൾ അടുത്തിടെ 21 ദിവസം അടച്ചിട്ടിരുന്നു. മുണ്ടുനീരിനെതിരെയുള്ള പ്രതിരോധ വാക്സിൻ 2016 നിർത്തലാക്കിയതാണ് വ്യാപനത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. ചെവിയുടെ താഴെ കവിളിന്റെ വശങ്ങളിലാണ് പ്രധാനമായും വീക്കമുണ്ടാകുന്നത്. ഇത് ചെവിക്ക് താഴെ മുഖത്തിന് ഒരു വശത്തായോ 2 വശങ്ങളെയുമായും ബാധിക്കും. ചെറിയ പനിയും തലവേദനയുമാണ് ലക്ഷണങ്ങൾ. വായ തുറക്കുന്നതിനും ചവയ്ക്കുന്നതിനും വെള്ളമിറക്കുന്നതിനും പ്രയാസമുണ്ടാകും. വിശപ്പില്ലായ്മയും ക്ഷീണവും പേശീവേദനയുമാണ് മറ്റ് ലക്ഷണങ്ങൾ. ഉമിനീര്, ചുമ, തുമ്മൽ എന്നിവയിലൂടെ സ്രവങ്ങൾ വായുവിൽ കലരുന്നത് മൂലം രോഗിയുമായി അടുത്തിടപഴകുന്നതിലൂടെയും രോഗി കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെയും രോഗം പകരും.